ചിറ്റൂരിൽ ഇടതുമുന്നണിക്ക് മോതിരച്ചിഹ്നം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് വി മുരുകദാസ് മോതിരച്ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന പാർട്ടി നേതാവും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കറ്റയേന്തിയ കർഷക സ്ത്രീയായിരുന്നു കഴിഞ്ഞ തവണത്തെ ചിഹ്നം. ഇത്തവണ എറണാകുളത്തും തിരുവല്ലയിലും കോവളത്തും പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് കൃഷ്ണൻകുട്ടി അറിയിച്ചു. അങ്കമാലി CPM-ന് വിട്ടു നൽകി എറണാകുളം ഏറ്റെടുക്കുകയായിരുന്നു. തിരുവല്ലയിൽ മുൻമന്ത്രി മാത്യു ടി തോമസും എറണാകുളത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി സാബു ജോർജുമാണ് സ്ഥാനാർത്ഥികൾ. പാർട്ടി സംസ്ഥാന പ്രസിഡന്റാണ് മാത്യു ടി തോമസ്. കോവളത്തെ സ്ഥാനാർത്ഥി ചർച്ച നടക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ നേട്ടം കൈവരിക്കുമെന്നും കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ഇടകക്ഷി എന്ന നിലയിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിക്ക് നീക്കിവെച്ചിരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. ഇത്തവണ പുതിയ മുഖങ്ങളെ സ്ഥാനാർത്ഥികളെ അവതരിക്കാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് ചിറ്റൂരിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മുരുകദാസിനെയാണ് മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. മുരുകദാസ് നേരത്തെ വിദ്യാർത്ഥി യുവജനത ജില്ലാ സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിച്ച സംഘടനാ വാർഡ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരള വാട്ടർ അതോറിറ്റി ബോർഡിലും കേരള വൈദ്യുതി ബോർഡിലും ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലും പ്രസിഡന്റായി പ്രവർത്തിച്ച തന്റെ കലാപാഠവും പ്രകടനപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ചിറ്റൂരിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. അങ്കമാലി സീറ്റിന് പകരം ഞങ്ങൾ ഇത്തവണ എറണാകുളത്തെയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ധാരണപ്രകാരം അവിടെ പാർട്ടിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ സാബു ജോർജിനെയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തിരുവല്ല സീറ്റിൽ മത്സരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ആണ്. 25-ാമത്തെ വയസ്സിൽ നിയമസഭയിലെത്തി പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയനും ഭരണകർത്താവുമായി കേരളം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. UTV ന്യൂസ്, പാലക്കാട്.